വേൾഡ് കപ്പിലെ രണ്ടാം മത്സരത്തിന് ഒരുങ്ങുകയാണ് ബ്രസീൽ. നാളെ രാവിലെ 6:30-ക്കാണ് മത്സരം നടക്കുന്നത്. അതിനിർണായകമായ മത്സരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസീൽ അവരുടെ ആദ്യ മത്സരം മൊറോക്കോയോട് 1-1 സമനിലയിലാണ് പിരിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം മസ്റ്റ് വിൻ മാച്ച് ആണ്. ബ്രസീലിന്റെ എതിരാളികൾ ഹെയ്റ്റിയാണ്. അപ്പോൾ ബ്രസീൽ ഹെയ്റ്റി മത്സരം ഇതിനു മുമ്പ് എത്ര തവണ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കണം. ബ്രസീലിന്റെ ആ ഒരു സാധ്യത 11 കുറിച്ച് നമുക്ക് നോക്കണം. അപ്പൊ കഴിഞ്ഞ മത്സരത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകണം. പിന്നെ ഈ ഒരു ഹെയ്റ്റി അവരെങ്ങനെയാണ്, അവരുടെ ആ ഒരു മികച്ച താരങ്ങൾ ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിന് ശേഷം മത്സരത്തിലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രസീലിന്റെ കഴിഞ്ഞ മത്സരം ബ്രസീൽ മൊറോക്കോയോട് 1-1 സമനില പിരിഞ്ഞു. പലരും പറയുന്നത് മൊറോക്കോ ഒരു ചെറിയ ടീമാണ് എന്നതാണ്. ഫിഫ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനത്താണ് മൊറോക്കോ, ബ്രസീൽ ഉള്ളത് 6-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഒരു രണ്ടും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടീമാണ് എന്നതാണ്. മൊറോക്കോയെ സംബന്ധിച്ച് അവിടെ ലോകോത്തര നിലവാരമുള്ള താരങ്ങളുണ്ട്. അവരെ വെച്ചിട്ട് അവർ ഒരു പ്രോപ്പർ ഗെയിം അവർ കളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രസീലിനെ സംബന്ധിച്ച് സമനിലയിൽ മത്സരം തീർന്നെങ്കിലും ഒരു സമനില ബ്രസീൽ ഡിസർവ് ചെയ്തിരുന്നോ എന്നതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ പെർഫോമൻസ് വെച്ചിട്ട്. മിഡ്ഫീൽഡിലാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഡിഫൻസീവ് മിഡ്, ഹോൾഡിംഗ് മിഡ്, ഒരു സെന്റർ മിഡ്, അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്, പ്ലേ മേക്കിംഗ്, ഇങ്ങനത്തെ പരിപാടി എല്ലാം അമ്പേ പരാജയമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഡിഫൻസ് പോലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഹാഫിലായിരുന്നു കുറച്ച് പാളിച്ച ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് ഓക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അറ്റാക്കിങ്ങും സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മിഡിലെ ഈ ഒരു പ്രശ്നങ്ങളാണ്. മിഡ്ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മൾ ഈ ഒരു ടീമിന്റെ ഹൃദയം അല്ലെങ്കിൽ എൻജിൻ എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു മിഡ്ഫീൽഡ്. അപ്പോൾ അവിടെയാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അത് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഈ ഹെയ്റ്റിയെ സംബന്ധിച്ച് ഹെയ്റ്റി കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്കോട്ട്ലാൻഡിനെതിരെയായിരുന്നു. സ്കോട്ട്ലാൻഡിനെതിരെ അവർ എതിരില്ലാത്ത ഒരു ഗോളിന്റെ ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. സ്കോട്ട്ലാൻഡ് അത്രയും മികച്ചൊരു ടീമാണ്. ഹെയ്റ്റിയെ സംബന്ധിച്ച് മികച്ചൊരു ടീമാണ് സ്കോട്ട്ലാൻഡ്. യൂറോപ്യൻ ടീമാണല്ലോ. അപ്പോൾ ആ ഒരു സ്കോട്ട്ലാൻഡിനെതിരെ ഒരൊറ്റ ഗോൾ മാർജിനിൽ ഒരു തോൽവി മാത്രമാണ് ഹെയ്റ്റി വഴങ്ങിയിട്ടുള്ളത് എന്നത് കരുതലോടെ നമ്മൾ നോക്കി കാണേണ്ട ഒരു സംഭവമാണ് എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയ്റ്റി ബ്രസീൽ മത്സരം ഇതിനു മുമ്പ് ചരിത്രത്തിൽ 3 തവണയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. 3 മത്സരവും ബ്രസീൽ ജയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു മത്സരം നടന്നിരുന്നത് 1974-ലാണ്. 1974 ഏപ്രിൽ 21-ാം തീയതി ഒരു ഫ്രണ്ട്ലി മത്സരം ബ്രസീൽ ഹെയ്റ്റി എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ 2004 ആഗസ്റ്റ് 18, 2004 ഒരു ഫ്രണ്ട്ലി മത്സരം ബ്രസീൽ എതിരില്ലാത്ത 6 ഗോളിന്റെ ഒരു വിജയം സ്വന്തമാക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് അവസാനമായിട്ട് നടന്ന മത്സരം, ആദ്യം നടന്ന ഈ 2 മത്സരം ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിരിക്കാം. പക്ഷെ 3-ാമത്തെ മത്സരം ഇത് ഞാൻ കാണാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. കുറച്ച് വർഷമായി, ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. ജൂൺ 8, 2016 കോപ്പ അമേരിക്കയിൽ നടന്നൊരു മത്സരത്തിൽ ബ്രസീൽ ഹെയ്റ്റി മത്സരം നടന്നിരുന്നു. 1-7 അന്ന് ബ്രസീൽ ജയിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ 3 മത്സരം വലിയ മാർജിനിലാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരവും മിനിമം ഒരു 3-4 ഗോളിന് ബ്രസീൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഹെയ്റ്റിയെ സംബന്ധിച്ച് ഫിഫ റാങ്കിങ്ങിൽ അവർ 85-ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ്. ബ്രസീൽ ഫിഫ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ്. വേൾഡ് കപ്പിൽ ഫസ്റ്റത്തെ മാച്ചിൽ അപ്സെറ്റ് വരിക എന്ന് പറയുന്നത് കോമൺ ആണ്. പക്ഷേ ഇത് സെക്കൻഡ് മാച്ചാണ്. ഈ മാച്ച് ബ്രസീൽ ജയിച്ചിട്ടില്ലെങ്കിൽ, ഈ മാച്ച് സമനിലയോ തോൽവിയോ ബ്രസീൽ ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു ബ്രസീൽ ടീം വേൾഡ് കപ്പ് നേടും എന്ന പ്രതീക്ഷ വെക്കുന്നതിൽ ഒരർത്ഥവും ഇല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രസീൽ ജയിക്കും, ഒരു 3-4 ഗോളിന് ജയിക്കും എന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയ്റ്റിയെ കുറിച്ച് നോക്കുമ്പോൾ ഹെയ്റ്റി ഇതുവരെ വേൾഡ് കപ്പിൽ ഒരു മത്സരം പോലും ജയിച്ചിട്ടില്ല. അവരാകെ 2 വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൂ. ഈ വേൾഡ് കപ്പിൽ ചേർത്ത് 2ാമത്തെ വേൾഡ് കപ്പ്. 1974 ഹെയ്റ്റി അവരുടെ ഫുട്ബോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്തു. വെസ്റ്റ് ജർമ്മനി നടന്ന വേൾഡ് കപ്പ്, വെസ്റ്റ് ജർമ്മനി ആയിരുന്നു വിൻ ചെയ്തത്. നെതർലാൻഡിന് 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ആ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കിയിരുന്നു. ആ ഒരു വേൾഡ് കപ്പിൽ ഹെയ്റ്റി കളിച്ചിരുന്നു. പക്ഷേ ഹെയ്റ്റിയുടെ ഗ്രൂപ്പിൽ അന്നത്തെ മികച്ച ടീമായിരുന്നു പോളണ്ട്, അതുപോലെ തന്നെ അർജന്റീന, ഇറ്റലി, ഹെയ്റ്റി. ഇതായിരുന്നു ഗ്രൂപ്പ് 4-ലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോളണ്ടിനോട് 1-നെതിരെ 3 ഗോൾ തോറ്റു. ഈ ഒരു അർജന്റീനയോട് 1-നെതിരെ 4 ഗോളിന് തോറ്റു. അതുപോലെ തന്നെ ഇറ്റലിയോട് എതിരില്ലാത്ത 7 ഗോളിന് തോറ്റു. അങ്ങനെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ഈ ഒരു ഹെയ്റ്റി അവസാന സ്ഥാനക്കാരായിട്ട് പുറത്തായി. ഒരു മത്സരം പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു കാത്തിരിപ്പാണ്, 52 വർഷത്തെ കാത്തിരിപ്പ് വേൾഡ് കപ്പിലേക്ക് വരാൻ വേണ്ടി. അതിനുള്ള ഒരു പ്രധാന കാരണം അന്ന് ഒരു ഹെയ്റ്റിയെ സംബന്ധിച്ചൊരു
ഒരു സിസ്റ്റം അവർ ബിൽഡ് ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാണ് പൊളിറ്റിക്കലി ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അതേ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ പോലത്തെ സംഭവങ്ങൾ അവിടെ നടന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഹെയ്റ്റി എന്ന് പറയുന്ന രാജ്യത്തിന് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. 52 വർഷമായിട്ട് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ഹെയ്റ്റിയാണ് ഇപ്പോൾ ഈ ഒരു 2026 നോർത്ത് അമേരിക്കയിൽ 3 രാജ്യങ്ങളിലായിട്ട് നടക്കുന്ന ഈ ഒരു വേൾഡ് കപ്പിലേക്ക് ഹെയ്റ്റി എത്തിയിട്ടുള്ളത്. ഹെയ്റ്റി ഈ ഒരു വേൾഡ് കപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ്, മലയാളിയല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായിട്ടുള്ള ഡക്കൺ നെൽസൺ എന്ന് പറയുന്ന താരമാണ്. കഴിഞ്ഞ മത്സരം കളിക്കാൻ ആളില്ലായിരുന്നു, ആൾക്കൊരു ഇഞ്ചുറി പ്രശ്നമായിരുന്നു. ഈ മത്സരവും ഡൗട്ട്ഫുൾ ആണ്, ചിലപ്പോഴേ കളിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഡക്കൺ നെൽസനെ കുറിച്ച് പറയുമ്പോൾ 2016 ISL 3ാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പോയിരുന്നു. ആ ഒരു സ്റ്റീവ് കോപ്പൽ എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിൽ ഫൈനലിൽ പോയിരുന്നു. ആ ഒരു സീസണിലായിരുന്നു ഡക്കൺ നെൽസൺ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു സെമിയിൽ ഡക്കൺ നെൽസൺ ആ ഒരു ഡൽഹി ഡൈനാമോസിനെതിരെ ഒരു ഗോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ പോകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു പ്ലെയറാണ്. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഒരു ഡക്കൺ നെൽസൺ അത്യാവശ്യം വയസ്സുള്ള ഒരു പ്ലെയർ ആണെന്നാണ്. പക്ഷെ അന്ന് യങ്ങായിരുന്നു കേട്ടോ ഡക്കൺ നെൽസൺ. അപ്പോൾ ഇപ്പോഴാണ് ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയസ്സുള്ള ഒരു പ്ലെയർ ആയിട്ട് ഇപ്പോഴാണ് ആൾ മാറിയിട്ടുള്ളത്. അന്ന് യങ്ങായിരുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സ്കോട്ട്ലാൻഡിനെതിരെയും അവർ എതിരില്ലാത്ത ഒരു ഗോൾ തോറ്റതോടുകൂടി വേൾഡ് കപ്പിൽ കളിച്ച 4 കളിയും അവർ തോറ്റിരിക്കുകയാണ്. ഒരു മത്സരവും ജയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഒരു മത്സരം ജയിക്കുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും നേടുക എന്നൊരു മെന്റാലിറ്റിയോട് ഹെയ്റ്റി കളിക്കാനൊക്കെ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. ഫിഫ റാങ്കിങ്ങിൽ 85ാം സ്ഥാനത്തുള്ള ഹെയ്റ്റിയെ ബ്രസീൽ അനായാസം പരാജയപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സാധ്യത 11 അതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഗോൾ കീപ്പറായിട്ട് ആലിസൺ തന്നെയായിരിക്കും. അവിടെ മാറ്റം ഒന്നും വരാൻ സാധ്യതയില്ല. ഡിഫൻസിൽ മാർക്കിഞ്ഞോസും അതുപോലെ തന്നെ ഗബ്രിയൽ മഗിലസും ആയിരിക്കും. അവിടെ ഈ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ്. പിന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ഡഗ്ലസ് സാന്തോസ് ആള് കിടിലനായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ എസ്പെഷ്യലി നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ബാക്ക് ആയിട്ട് ദാനിലുയെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഒരു റൈറ്റ് ബാക്കിനെ കളിപ്പിച്ചു, ആൾ എന്തൊക്കെയോ ചെയ്തു, അറിയാലോ. സെക്കൻഡ് ഹാഫിൽ ഉടൻ തന്നെ ഈ ഒരു ഡാനിയെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ആള് ആ ഒരു കളിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിഡ്ഫീൽഡിൽ ഒരാള് ബ്രൂണോ ഗുമീറസ് ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. ഈ മത്സരത്തിൽ ആൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അടുത്തൊരു മിഡ്ഫീൽഡർ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസിമിറോ ആയിരുന്നു കഴിഞ്ഞ മാച്ചിൽ കളിച്ചിരുന്നത്. കാസിമിറോ ഈ ഒരു പ്രീമിയർ ലീഗിൽ അത്രയും മികച്ച പെർഫോമൻസ് നടത്തിയ കാസിമിറോയ്ക്ക് ഒട്ടും മികച്ച രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ ഓടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പങ്കര ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടതാണ്, കാസിമിറോ ഇട്ട് ഓട്ടിക്കുന്ന പോലത്തെ ട്രോളുകൾ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൾക്ക് ഓടാൻ പോലും പറ്റുന്നില്ല. അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ സീസണിൽ ആൾ കളിച്ചിരുന്നത് പ്രീമിയർ ലീഗിലാണ്, ലോകത്തെ ഏറ്റവും മികച്ച ലീഗിലാണ്. അവിടെ കിടിലനായിട്ട് ആൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളൊരു പ്ലെയർ ഇങ്ങനൊരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ആൾക്ക് നാച്ചുറലായിട്ട് റൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നതാണ്. ആ ഒരു സ്പീഡി റണ്ണോ ഇല്ലെങ്കിൽ ആ സ്പീഡായിട്ടുള്ള ക്വിക്ക് മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നന്നായിട്ട് കളിച്ചിരുന്ന ഫാബിഞ്ഞോയെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റിൽ എന്തായാലും വിനീഷ്യസ് ആയിരിക്കും. കഴിഞ്ഞ മാച്ചിൽ ആളൊരു കിടിലൻ ഗോൾ അടിച്ചു. വിനീഷ്യസിനെ ഞാനും ക്രിറ്റിസിസം ചെയ്തിട്ടുണ്ട്, നിങ്ങളും ചെയ്ത് കാണും. അതായത് എന്താ, മഞ്ഞക്കുപ്പായ ഇടുമ്പോൾ ആൾക്ക് കളി വരത്തില്ല. ഉള്ളതല്ലേ, ഉള്ളതാ. ആളുടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ബിഗ് മാച്ചസ് വേൾഡ് കപ്പിൽ ആകെ കളിച്ചത് 4 കളി. ആ 4 കളിയിൽ ആള് സ്കോർ ചെയ്തിട്ടുള്ളത് 5 കളി. വേൾഡ് കപ്പിൽ മൊത്തം ആള് കളിച്ചിട്ടുള്ളത് 5 കളി. ആ 5 കളിയിൽ ആളുടെ ആ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 2 ഗോളും 2 അസിസ്റ്റും 4 ഗോൾ കോൺട്രിബ്യൂഷൻസ് 5 കളിയിൽ. വളരെ മികച്ച സ്റ്റാറ്റ്സ് ആണ് വേൾഡ് കപ്പിനെ സംബന്ധിച്ചോളം. അപ്പൊ അതുകൊണ്ട് തന്നെ ബിഗ് ടൂർണമെന്റിൽ ഈ ഒരു കിഡിലൻ പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിന് വളരെ ഈസി പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആളെ ഇപ്പോഴും ഈ ഒരു ബ്രസീൽ ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് ആൾ നടത്തുന്നുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ വേൾഡ് കപ്പിലെ ആളുടെ ഒരു പെർഫോമൻസ് നല്ലതാണ് എന്നതാണ്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലൂയിസ് ഹെൻഡ്രിക്കിനെ കളിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയാണ് ഞാൻ കാണുന്നത്. ലൂയിസ് ഹെൻഡ്രിക്ക് ആണോ പേര് എന്ന് സംശയം നിങ്ങൾക്ക് തോന്നും. ക്യൂ ഒക്കെ ഇട്ടുള്ള ഒരു പേരാണ്, പക്ഷെ പോർച്ചുഗീസ് നെയിമാണ്. അതിനെ മലയാളത്തിലേക്ക് വരുമ്പോൾ ലൂയിസ് ഹെൻഡ്രിക്ക് എന്നാണ് പറയാറ്. കഴിഞ്ഞ മത്സരത്തിലെ ഇംഗ്ലീഷ് കമന്ററി ശ്രദ്ധിച്ചവർക്കറിയാം, അതിൽ ഇതേ പേര് ഇതുപോലെയാണ് പറഞ്ഞത്, ലൂയിസ് ഹെൻഡ്രിക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അറ്റാക്കിംഗ് മിഡ് ആ ഒരു പൊസിഷനിൽ റാഫീനെ കളിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. സെന്റർ ഫോർവേഡ് കഴിഞ്ഞ മത്സരത്തിൽ തിയാഗോയെ കളിപ്പിച്ചു. അത് വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും ഒക്കെ തേഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ മധ്യസ് കുഞ്ഞയെ
ആ ഒരു സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരു 3 or 4 ഗോളിന്റെ ഒരു ബിഗ് വിൻ അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ക്ലീൻ ഷീറ്റോട് കൂടിയുള്ള ഒരു ബിഗ് വിൻ. അപ്പോൾ ഈ ഒരു മത്സരത്തിന് ശേഷം മത്സരത്തിന്റെ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് 4 സ്റ്റാർ.